നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മോദിയുടെ CBI ഡയറി കുറിപ്പ് ഏടുകൾ കുരുങ്ങിയ ഒരു കണക്ക് പുസ്തകം പോലെയായി. CBIയെ RBI പോലെ തന്നെ രാഷ്ട്രീയ കരങ്ങൾ കടത്തി നശിപ്പിക്കാൻ പോന്ന ഒടുവിലത്തെ നീക്കം അലോക് വർമ്മയുടെ രാജിയിൽ കലാശിച്ചു. സ്വതന്ത്ര പ്രവർത്തനം അനുവദിക്കാതെ നിരന്തരം അലോസരപ്പെടുത്തുന്ന ഭരണകൂട താൽപര്യങ്ങളുടെ മുഖത്തേക്ക് അദ്ദേഹം രാജി വലിച്ചെറിഞ്ഞു. പണിയാൻ അനുവദിച്ചില്ലെങ്കിൽ പണി വലിച്ചെറിയുന്ന അലോകിനെ മോദി കൂടുതൽ ഭയപ്പെടണം. ഉത്തരവുകൾ പരസ്പരം റദ്ദാക്കി CBIയുടെ ഉള്ളു തന്നെ പരസ്പര വിരുദ്ധത്താൽ ചോദ്യം ചെയ്യുകയാണ്. CBIയുടെ വിശ്വാസ്യത സംസ്ഥാനങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ സംജാതമാക്കിയ മോദിക്ക് ഇനി വരാനുള്ളത് അത്ര സുഗമമായ നാളുകളല്ല. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. തത്തയെ കൂട്ടിലടയ്ക്കാനുള്ള മോദി നീക്കത്തിന് അലോക് രാജ് തിരിച്ചടിയോ? അലോക് വർമ്മയെ മോദി ഇത്രയ്ക്ക് പേടിക്കുന്നത് എന്തിന്? റഫേൽ രഹസ്യം അറിയാവുന്ന അലോക് പുറത്തുള്ളതല്ലേ മോദിക്ക് കൂടുതൽ അപകടം? തന്റെ തൊഴിലാളി അഭിമാനത്തിന് മുകളിൽ ഒരു പരുന്തിനെയും പറപ്പിക്കില്ല എന്ന് അലോക് വർമ്മ പറയുമ്പോൾ പറയാതെ പറയുന്ന ഒട്ടനവധി രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളിലേക്കും അതിൻ്റെ വസ്തുതകളിലേക്കും നമുക്ക് എ സമ്പത്ത് MP, RB ശ്രീകുമാർ മുൻ ഗുജറാത്ത് DGP, ഒപ്പം P രാമഭദ്രൻ, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഒപ്പം മാധ്യമ നിരീക്ഷകനായി ശ്രീ റജി ലൂക്കോസും നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കും. തീർച്ചയായും ചർച്ചയിലേക്ക് പോകുമ്പോൾ ശ്രീ P രാമഭദ്രൻ, അതായത് അലോക് വർമ്മ രാജിവെച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. CBIയെ പോലെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയിലേക്ക് രാഷ്ട്രീയ കൈകടത്തൽ കടത്താൻ മോദി സർക്കാർ തീരുമാനിച്ച ഒന്ന്. കോടതിയിൽ അതിന് തിരിച്ചടി കിട്ടി തിരിച്ചെത്തിയ അലോകിനെ വീണ്ടും ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. അത്തരം നടപടിക്രമങ്ങൾ പാലിക്കുക വഴി ഒരുപക്ഷെ വലിയ തിരിച്ചടിയാണ് ഈ സമൂഹത്തിന് മേൽ കൂടി മോദി സർക്കാർ നടത്തിയത്. യഥാർത്ഥത്തിൽ കോടതിയെ സാങ്കേതിക അർത്ഥത്തിൽ കബളിപ്പിക്കുകയല്ലേ മോദി ചെയ്തത്? അല്ല, ഇത് വീഴ്ച ഏതൊക്കെ ഭാഗത്തുണ്ട്? മോഡി ആണ് ഒന്നാം പ്രതി എന്ന കേന്ദ്ര സർക്കാരുമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അത് ഇന്നത്തെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുനിന്നും വിവിധ ഭാഷകളിൽപ്പെട്ട പൊതുപ്രവർത്തകരും സാധാരണ ജനങ്ങളും എല്ലാം ഒരേപോലെ ഈ വിഷയത്തിൽ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാങ്കേതികമായ ഒരു കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അലോക് വർമ്മയെ തിരിച്ച് CBIയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. കുറേ സമയം അദ്ദേഹം അവിടെ ഇരുന്നു. ഈ സാഹചര്യത്തിൽ ഞാനൊരു മലയാള സിനിമ കണ്ടത് ഓർക്കുകയാണ്. ജഗദീഷ് ശ്രീകുമാറാണെന്ന് തോന്നുന്നു ആ കഥാപാത്രം. ഒരു സമ്പന്ന കുടുംബത്തിൻ്റെ ഗൃഹനാഥനായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത്. ഒരു വലിയൊരു വീടും പശ്ചാത്തലവും ഒക്കെയാണ് സിനിമയിൽ കാണുന്നത്. അപ്പോൾ ഒരു യാചകനായ ഒരാൾ ഈ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന അതിനകത്തെ കഥാപാത്രത്തിൻ്റെ അടുത്ത് ചെന്നിച്ച് ഭിക്ഷ ചോദിക്കുന്നുണ്ടെ അവർ പറയും ഇവിടെ ഒന്നും തരാനൊന്നുമില്ല, നിങ്ങൾ ഭിക്ഷ ചോദിക്കാൻ ഇവിടെ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ച് ആട്ടിപ്പായിച്ച് പുറത്തോട്ട് വിടുമ്പോൾ ഗൃഹനാഥനായിട്ട് അഭിനയിക്കുന്ന ജഗദീഷ് ശ്രീകുമാർ ഇയാളെ ഇറങ്ങി പുറത്തോട്ട് വരുമ്പം കാണുക. അപ്പോൾ ചോദിക്കും, നിങ്ങൾ എവിടെ പോവുക, എവിടെ വന്നതാണെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞിങ്ങനെ യാചകനാണ്, ഭിക്ഷ ചോദിച്ചു വന്നതാണ്, യാതൊരു മാർഗവുമില്ല സാറേ എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞു? അത് ആ വീട്ടുകാരി പറഞ്ഞ് ഒന്നും തരാനില്ലെന്ന്. അവൾ അത്രയ്ക്കായോ എനിക്കൊന്ന് അറിയണമെന്നും പറഞ്ഞു ഈ യാചകനെയും കൂട്ടി അകത്തേക്ക് എന്നിട്ട് വീട്ടുകാരിയെ വിളിച്ചേച്ച് പറയുകയാണ്, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ ഈ അവൻ്റെ അടുത്തൊന്നും ഇല്ലെന്ന് പറയാൻ എന്ന് പറഞ്ഞിട്ട് യാചകനെ തിണ്ണയ്ക്ക് പുറത്ത് നിർത്തിയിട്ട് മുറ്റത്ത് നിർത്തിയിട്ട് ജഗദീഷ് ശ്രീകുമാർ വീട് ഉടമയായ ജഗദീഷ് ശ്രീകുമാർ തിണ്ണയ്ക്കോട്ട് കയറി നിന്നിട്ട് പറയുകയാണ്, നിനക്കിവിടെ തരാനൊന്നുമില്ല, നിനക്ക് പോകാമെന്ന്.
എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ അധികാരി ഞാനാണ്, ഇത് പറയാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അധികാരവും ഇല്ല എന്ന് അധികാരം എടുത്തതുപോലെ ആയിപ്പോയി സുപ്രീം കോടതിയുടെ ഈ സാങ്കേതികമായ ഇടപെടൽ. CBIയുടെ ഡയറക്ടറെ മാറ്റിയ രീതി സാങ്കേതികമായി ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ വയ്ക്കുകയും സുപ്രീം കോടതി ഇത് ചീഫ് ജസ്റ്റിസിൻ്റെ അസൗകര്യാർത്ഥം മറ്റൊരു ജഡ്ജി പങ്കെടുക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുകയും ലോകസഭയിലെ കോൺഗ്രസിൻ്റെ ലീഡർ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമുള്ള ബഹുമാന്യനായ മല്ലികാർജുന ഖാർഗെ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ ജനാധിപത്യപരമായി അവിടെ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർന്നത് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞാണ്. നമ്മളാരും ആ യോഗത്തിൽ പങ്കെടുത്തവരല്ലോ. ശബ്ദം ഉയർന്നത് മല്ലികാർജുന ഖാർഗെയുടെ മാത്രമാണ്. സാങ്കേതിക കാരണം പറഞ്ഞ് ഈ ജഗദീഷ് ശ്രീകുമാർ ഭിക്ഷയില്ലെന്ന് പറഞ്ഞതുപോലെ അലോക് വർമ്മയെ അവിടെ നിന്ന് സ്ഥിതിയാണ് കണ്ടത്. ശ്രീ RB ശ്രീകുമാർ, അതായത് ഈ ഗുജറാത്ത് കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് അവിടേക്ക് സ്ഥാപിച്ച് എല്ലായിടത്തും പോലെ മോദിയുടെ ആൾക്കാരെ കടത്തുക എന്ന ശ്രമം തുടങ്ങിയിടം മുതൽ തുടങ്ങിയ അസ്വാരസ്യങ്ങളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തൊഴിലിനുമേൽ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ തൊഴിലഭിമാനത്തിന് മേൽ നിരന്തരമായി പരുന്തിനെ പറപ്പിക്കാനുള്ള നീക്കത്തെയാണ് അദ്ദേഹം വലിച്ചെറിഞ്ഞ് മോദിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അലോക് വർമ്മ പോയത് വഴി ഇന്ന് സംജാതമായിരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ ഗൗരവമായി കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രീ RB ശ്രീകുമാർ. യെസ്, തീർച്ചയായും ഇത് അലോക് വർമ്മയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം സ്വാഭിമാനത്തിന് വേണ്ടി അത് വലിച്ചെറിഞ്ഞു. സുപ്രീം കോടതി ഒരു നാടകം കളിക്കുകയാണ് ചെയ്തതെന്ന് പറയേണ്ടി വരും, സുപ്രീം കോടതിയുടെ എല്ലാ ബഹുമാനത്തോടും കൂടി. ഇത് മോദി സർക്കാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള നീതി, അതായത് നയം ഗുജറാത്തിൽ പയറ്റിയതാണ്. അതിൻ്റെ ഒരു വിക്ടിമാണ് ഞാൻ തന്നെ. കാരണം മോദിക്ക് പോലീസ് ഫോഴ്സിനകത്ത് ഹയറാർക്കിക്ക് അല്ലാതെ തന്നെയുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട്, നേരിട്ട് ബന്ധമുണ്ട്. അവർക്കെതിരായിട്ട് റെഗുലർ സൂപ്പർവൈസറി ചാനലുള്ള ആരും ഒരു റിപ്പോർട്ട് അയക്കുകയോ അവരെ സൂപ്പർവൈസ് ചെയ്യില്ല. ഞാൻ തന്നെ ഇതിൻ്റെ വിക്ടിമാണെന്ന് പറയാൻ കാരണം മോഡിയുടെ അടുത്ത ആളായിരുന്നു. മോദി സാഹിബിൻ്റെ രഹസ്യ അജണ്ട നടപ്പാക്കുകയും, അതായത് പ്രത്യേകിച്ച് വ്യാജ ഏറ്റുമുട്ടലുകൾ മുസ്ലിം ചെറുപ്പക്കാരുടെ പല കൊല്ലുകയും ചെയ്ത ആളാണ് നമ്മുടെ DG വഞ്ചാര എന്ന DIG റാങ്ക് ഓഫീസർ. ഞാൻ അഡീഷണൽ DGP ഇൻ്റലിജൻസ് ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പല അഡ്വൈസ് റിപ്പോർട്ട്സ് കിട്ടുകയും ഒരു റിപ്പോർട്ട്സ് വളരെ റിലവബിളായിട്ടുള്ള റിപ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ അത് അദ്ദേഹത്തിൻ്റെ ബോസ് ആയിരുന്ന, അദ്ദേഹത്തിനെ സൂപ്പർവൈസ് ചെയ്യുന്ന KR കൗശിക് എന്നുള്ള കമ്മീഷണർ ഓഫ് പോലീസ് അഹമ്മദാബാദ് സിറ്റിക്ക് അയക്കുകയും ചെയ്തു. സംടൈം ഇൻ സെപ്റ്റംബർ 2002 ആണ്. അന്നാണ് ഞാൻ അഡീഷണൽ DGP ഇൻ്റലിജൻസ് ആയിരുന്നത്. അതിൻ്റെ അഡീഷണൽ DGP ഇൻ്റലിജൻസിന് രാജ്യത്തെ പോലീസ് സംഘടന നിയമം അനുസരിച്ച് പ്രവർത്തിക്കില്ല, തെറ്റുകൾ ചെയ്യുന്നെങ്കിൽ രഹസ്യമായി കണ്ടുപിടിച്ച് മേലധികാരികളെ റിപ്പോർട്ട് ചെയ്യേണ്ട ഡ്യൂട്ടിയുമുണ്ട്. ആ റിപ്പോർട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് എതിരായിട്ടുള്ള നിയമ നടപടികൾ, ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊസീഡിങ്സ്, അതായത് ഇത് വകുപ്പ് തല അന്വേഷണം നടത്തി. അന്നത്തെ DG തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് വഞ്ചാരയ്ക്കെതിരായിട്ട് ഈ റിപ്പോർട്ട് നിങ്ങൾ എന്തിനാ അയച്ചു? വഞ്ചാര എൻ്റെ 3 റാങ്ക് താഴെയുള്ള ആളാണ്. അദ്ദേഹം തെറ്റായി മുസ്ലിം ചെറുപ്പക്കാരെ 10 ബന്ധങ്ങളോടെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്റ്റോക്കിലുള്ള ഈ ഇല്ലീസിറ്റ് ഫയർ ആംസ് അവരുടെ പേരിൽ കെട്ടിവെച്ച് അങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കുകയാണെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ വഞ്ചാരയുടെ ഒരു സ്നേഹിതൻ്റെ ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ റിലയബിളായ വിവരം ലഭിച്ചിട്ടാണ് ഞാൻ അയച്ചത്. ഇത് ഒരു വിവരമാണ്. ഇത് മേലധികാരിയായ KR കൗശിക് എന്നുള്ള അഹമ്മദാബാദ് സിറ്റി കമ്മീഷണർ പുനരന്വേഷണം നടത്തണമെന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിലൊരു അലിഗേഷനാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വിവരമെന്ന് പറയാം. ആ വിവരം ഷെയർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. അന്ന് ഗുജറാത്ത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള എല്ലാവരും പറഞ്ഞു, നിങ്ങൾ വഞ്ചാര സാഹിബിനെതിരായിട്ട് റിപ്പോർട്ട് അയച്ചോ? ഞാൻ വഞ്ചാര സാഹിബിനെതിരായിട്ടാണ് റിപ്പോർട്ട് അയച്ചത്, അതായത് DGക്കെതിരായി റിപ്പോർട്ട് അയച്ചില്ല. അതിൻ്റെ മേലധികാരികളൊന്നുമല്ല. ഈ വിധത്തിലുള്ള ഭയമാണെന്ന്. അന്ന് എന്നെ പണിഷ് ചെയ്യാൻ നോക്കി. ആ പണിഷ്മെൻ്റ് പ്രൊസീഡിങ്സ് കണ്ടിന്യൂ ചെയ്തു. അത് വഞ്ചാര ഫെബ്രുവരി 2007 അറസ്റ്റ് ചെയ്യപ്പെട്ടു വ്യാജ ഏറ്റുമുട്ടലുകൾക്ക്. അന്നാണ് അവർ സ്വയം തന്നെ എനിക്കെതിരായ പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്തത്. അതായത് മോദിയുടെ ബ്ലൂ ഐഡ് ബോയ്സ്, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ ബ്ലൂ ഐഡ് ബോയ്സ് ആരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അവർക്കെതിരായി തിരിഞ്ഞാൽ അതിൻ്റെ പരിണതഫലം വളരെ കഠിനമായിരിക്കും, വളരെ വളരെ ഉപദ്രവകരമായിരിക്കും എന്ന് അതാണ് ഇത് തെളിയിക്കുന്നത്. ഈ കാരണം കൂടെ കൊണ്ടാണ് എന്നെ നീതിയുക്തമായിട്ട് എനിക്ക് ലഭിക്കേണ്ട DG പ്രൊമോഷൻ എന്നെ തടഞ്ഞു വെച്ചതും പിന്നെ 4 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തതിന് 2 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പെൻഷനും തടഞ്ഞു വെച്ച പെൻഷനും ഈ പ്രൊമോഷനും കിട്ടിയത് അത് സുപ്രീം കോടതി ഓർഡർ പ്രകാരം. അത് ഇത് മോദിയുടെ നിങ്ങൾ അടുത്ത് പോലും പോരുത്. അവർ ബ്ലൂ ഐഡ് ബോയ്സ് ആണ്, അവർ മോദി സാഹിബിൻ്റെ സണ്ണില്ലാസ് ആണ്. ആ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ എൻ്റെ പുസ്തകത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ നടന്നതെന്ന് വെച്ചാൽ അസ്താനയുടെ പുറത്ത് ന്യായമായ സൂപ്പർവൈസറി അധികാരമുള്ള വർമ്മ ആ സൂപ്പർവൈസറി അധികാരം കാണിച്ച് അദ്ദേഹത്തെ മാർഗദർശനം കൊടുത്തു, അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് മോദിയുടെ അജണ്ടയ്ക്ക് തടസ്സമായിട്ട് വന്നു. ആ മോദിയുടെ അജണ്ടയ്ക്ക് തടസ്സമായിട്ട് വന്നതിനാണ് വർമ്മയെ ഉപദ്രവിച്ചത്. മോദി സാഹിബിന്റെ ശ്രീ RB ശ്രീകുമാർ അവരെ തിരുത്താൻ നോക്കും. ഇതാണ് ഇതിലെ ലെസൺ. ഇതിന് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. രാജ്യത്തിലെ ഓരോ സ്ഥാപനങ്ങളെയും അവർക്ക് അദ്ദേഹത്തിന് അനുകൂലമായ പ്രവർത്തിച്ചില്ലെങ്കിൽ നശിപ്പിക്കാൻ നോക്കുകയാണ് അട്ടിമറിയിൽ കൂടെ. അതായത് ഒരുതരം ഈ ഉദ്യോഗസ്ഥർ നല്ല സ്ഥാനം കിട്ടാൻ വേണ്ടിയുള്ള കാരിയറിസ്റ്റുകളായ ശ്രീ RB ശ്രീകുമാർ, അതായത് മോദി ഈ പണി തുടങ്ങിയത് പണ്ട് മുതലാണ്. അത് തന്റെ അനുഭവത്തിൽ അറിയാം. ഒരുപക്ഷെ അതേ രീതിയിൽ തന്നെയാണ് അലോക് വർമ്മയുടെ കാര്യത്തിലും മോദി കാട്ടിയത്. കോടതിയെപ്പോലും മറ്റൊരർത്ഥത്തിൽ സാങ്കേതികമായി ശരിവെച്ച ശേഷം അതിനപ്പുറത്തേക്ക് മറികടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത മോദിയുടെ ഈ പരിപാടി നേരത്തെ മുതൽ തുടങ്ങിയതാണ്. ഇങ്ങനെയുള്ള ഭയപ്പാട് എന്തിനാണ് അലോക് വർമ്മയെ ഭയപ്പെടുന്നത്? അത്തരത്തിലുള്ള ഭയമാണോ ഈ നീക്കത്തിനൊക്കെ പിന്നിൽ? ഹലോ 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 ശ്രീകുമാറിലേക്ക് എത്താം. ശ്രീ A. സമ്പത്ത് MP. ശ്രീ സമ്പത്ത്, ഒരുപക്ഷെ കോടതിയുടെ ഉത്തരവ് പ്രകാരം തിരിച്ചെത്തിയ അലോക് വർമ്മയെ വീണ്ടും ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. മാറ്റിയതിനെയല്ല, മാറ്റിയ രീതിയാണ് എന്ന് പറഞ്ഞ കോടതിയുടെ ഒരു വാക്കിനെ പിടിച്ചുകൊണ്ട് ഉന്നതാധികാര നിയമന സമിതി 3 അംഗ സമിതി ചേരുന്നു. അവിടെ മോദിയുടെ പ്രഭാവത്തിലാണോ അല്ലയോ AK സിക്രി അടക്കമുള്ളവർക്ക് അവിടെ മറ്റൊരു നിലപാട് മോഡിക്ക് അനുകൂലമായി എടുക്കേണ്ടി വരുന്നു. മല്ലികാർജുന ഖാർഗെ മാത്രം ഒരു വിമർശനം ഉന്നയിക്കുന്നു. എന്തു തന്നെയായിരുന്നാലും യഥാർത്ഥത്തിൽ കോടതി ഉദ്ദേശിച്ച ഉദ്ദേശത്തെ വിദഗ്ധമായി സാങ്കേതികമായി മറികടക്കുക വഴി യഥാർത്ഥത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയോട് കൊഞ്ഞണം കുത്തുകയല്ലേ മോദി ചെയ്തത്? അങ്ങനെയല്ലേ അലോക് വർമ്മയുടെ ഈ ഘട്ടത്തിലെ രാജിയെ പരിശോധിക്കേണ്ടത്? കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിനെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഇത് പരസ്പര പൂരകമായി നിൽക്കേണ്ടതാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് 4th എസ്റ്റേറ്റ് എന്ന് പറയുമ്പോഴും ഇവിടെ ഈ 3 എസ്റ്റേറ്റുകളുടെയും ഒരു വാച്ച് ഡോഗ് എന്ന് പറയാവുന്ന നിലയിലേക്ക് അവർക്ക് സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത്തരത്തിൽ ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരത്തിൽ നടത്തുന്നതായ പരിശ്രമങ്ങളുണ്ട്. ഇവിടെ ഇത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഈ അടിസ്ഥാന ശിലകളാണ്, അല്ലെങ്കിൽ നെടുംതൂണുകളാണ്. ഇവിടെ വാസ്തവത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുള്ളത്, ഞാൻ അലോക് വർമ്മയുടെ വക്കാലത്തെടുത്തിട്ടുള്ള ആളോ അല്ലെങ്കിൽ അസ്താനയുടെ വക്കീലോ അതല്ല എങ്കിൽ നാഗേശ്വർ റാവുവിൻ്റെ അഭ്യുദയകാംക്ഷിയോ ഒന്നും അല്ല. ഈ 3 ആളുകളുമായും പ്രത്യേകിച്ച് എനിക്ക് അടുപ്പവുമില്ല, അകൽച്ചയുമില്ല. പക്ഷേ ഈ CBIയുടെ ഡയറക്ടറെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ നീതിന്യായ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ഭൂപീന്ദർ യാദവാണ്, ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം. തൊട്ട് മുമ്പ് ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിരുന്നു, ദീർഘകാലം അദ്ദേഹം ചെയർമാനായിരുന്നത് ശ്രീ EMS നാച്ചിയപ്പനാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള. ഇടയ്ക്ക് കുറച്ചുനാൾ ആനന്ദ് ശർമ്മ ചെയർമാനായിരുന്നു. അതിനു മുമ്പ് സിംഗ്വി ചെയർമാനായിരുന്നു. ഞാൻ അപ്പോഴെല്ലാം ഈ സമിതിയിൽ അംഗമായിരുന്ന ആളാണ്. സമിതിയിൽ നടന്നിട്ടുള്ള ചർച്ചകളെല്ലാം ഇപ്പോൾ നമുക്ക് ഈ ഒരു വേളയിലെല്ലാം അത് തുറന്നു പറയുന്നത് ശരിയല്ല. കാരണം അത് കോൺഫിഡൻഷ്യൽ സീക്രട്ട് എന്നുള്ള നിലയിലേക്ക് ചില കാര്യങ്ങൾ വരുന്നത് കൊണ്ടെല്ലാം തുറന്നു പറയാൻ കഴിയില്ല.
ആ സമിതി പാർലമെന്റിന് നൽകിയതായ റിപ്പോർട്ടുണ്ട്. സമിതി പാർലമെന്റിന് നൽകിയതായ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വാസ്തവത്തിൽ അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ, അവർ ഏത് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരായാലും, അതൊരു ക്ലോസ്ഡ് ഡോർ മീറ്റിങ്ങുകളായതുകൊണ്ട് തന്നെ അവിടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ പാർട്ടിയുടെ കൊടിയുടെ നിറത്തിലോ അല്ല. അതൊക്കെ ചിലപ്പോൾ ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ ചർച്ച വരുമ്പോൾ വളരെ കടുകട്ടിയായി ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്താൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, സ്ഥിരം സമിതികളിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി റിപ്പോർട്ടിൽ ഒപ്പുവെച്ചിട്ടുള്ള അംഗങ്ങൾ തന്നെ മാറ്റി വോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ CBIയുടെ ഡയറക്ടർ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമനിർമ്മാണ പ്രക്രിയകളിൽ പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ നേതാവിനെ പോലും ഉൾപ്പെടുത്താതെയുള്ള കരട് ബില്ലാണ് ഗവൺമെന്റ് അവതരിപ്പിച്ചത്. അത് തന്നെ വാസ്തവത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വിരുദ്ധമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇത്തരത്തിൽ ഈ അവരുടെ നടപടികൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, കോടതി ഇത്തരത്തിൽ ഇദ്ദേഹത്തെ നീക്കിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞത്, ആരാണ് നിയമിച്ചത് വാസ്തവത്തിൽ? ഇതെല്ലാം ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെയല്ലേ? ഈ അലോക് വർമ്മയായാലും അസ്താനയായാലും നാഗേശ്വർ റാവു ആയാലും ഇതെല്ലാം രാഖി രാമായണം, ഈ നാടകങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഞാനാണ് ഭരണാധികാരി, ഗവൺമെൻറ് ഞങ്ങളുടേതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സേവകരെ വയ്ക്കും എന്നുള്ള നിലയിലേക്കല്ല ഇന്ത്യൻ ഭരണഘടന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിവക്ഷിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇവിടെ അലോക് വർമ്മ പറഞ്ഞൊരു കാര്യം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്നെ കേട്ടില്ല എന്നുള്ള കാര്യം. ദി റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ളൊരു കാര്യം, തൂക്കിക്കൊല്ലാനായി വിധിക്കുന്നതായ ഒരു കുറ്റവാളിയെപ്പോലും കേൾക്കാനുള്ള ഒരു അത്തരത്തിലുള്ളൊരു പ്രക്രിയ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തെ നീക്കം ചെയ്ത് ജസ്റ്റിസ് സിക്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കേട്ടില്ല എന്ന ഏറ്റവും പുതിയ വാർത്തയാണ്. അത് അദ്ദേഹത്തെ കേട്ടില്ല എന്ന വാദം ശരിവെക്കാനാകില്ല എന്ന് അലോക് വർമ്മയെ തള്ളിക്കൊണ്ട് സിക്രി രംഗത്തെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ സിക്രിയുടെ നിലപാടും അതെ. ഇതിപ്പോ കോടതി ഇത്തരം കാര്യങ്ങൾ, ഇതിപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം കോടതിയുടെ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടതല്ല. ഇതിപ്പോ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ മേലെ ഒരു സമിതിയിലുള്ള ആളാണ് സിക്രി. അതെ, നിയമനാധികാര സമിതി അത് അങ്ങനെ ഈ നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ജസ്റ്റിസ് സിക്രിയുടേതായിട്ടുള്ള അത്തരം കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്തായാലും വർമ്മ അദ്ദേഹം എന്തായാലും രാജിവെക്കുകയുണ്ടായി. അദ്ദേഹം രാജിവെച്ചു. ഫയർഫോഴ്സിൻ്റെ അധിപനായിട്ടാണ് അദ്ദേഹത്തെ അത്തരം കാര്യങ്ങൾ നിയമിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റേതായിട്ടുള്ള സർവീസ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം CBIയുടെ ഡയറക്ടറായി എന്നെ നിയമിച്ചാണ്, അവിടെ വന്ന് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് അയക്കേണ്ടതായിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞു. കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെത്തി. അപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അലോക് വർമ്മയെ മാറ്റിയതല്ല, മറിച്ച് മാറ്റിയ രീതിയാണെന്ന്. ഉടനെ രീതി പരിഹരിച്ച് വീണ്ടും തിരിച്ചെത്തിയ ആളെ മാറ്റുക, സാങ്കേതികമായി ഇത്രയേ ഉള്ളൂ. കോടതി പറഞ്ഞത് ആ രീതി ശരിയല്ല എന്ന് പറഞ്ഞു. രീതി ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്നാൽ രീതി ഞങ്ങൾ ശരിയാക്കുക എന്നുള്ള നിലയിലേക്ക്. ഇപ്പൊ അസ്താനയെ സംബന്ധിച്ച് എന്താണ്? അസ്താനയെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരിടുകയാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അത്തരത്തിലുള്ള ഒരു ചക്കളത്തി പോരാട്ടം, അങ്ങനെ ഒരു വാക്കുപയോഗിക്കുന്നത് ക്ഷമിക്കണം, ഇനി അത് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് ഒരു മലയാള പദമാണ് എന്നുള്ള ശൈലിയാണ്. അവിടെ ഇവർ രണ്ടുപേരും, ഈ രണ്ട് ഡയറക്ടർമാരും വാസ്തവത്തിൽ പ്രധാനമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെ പോലെ തന്നെയായിരുന്നല്ലോ. ഇപ്പൊ നാഗേശ്വർ റാവു വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം എടുത്തുള്ള ചില ഇടപാടുകളും, അതുപോലെ തന്നെ ഈ പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അവിടുത്തെ ശാരദാ ചിട്ടി ഫണ്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഇത് പലതും ഇങ്ങനെ ഈ ചില ആളുകൾ ചില പ്രത്യേക പദവികളിൽ എത്തുമ്പോഴാണ് അസ്ഥികൂടങ്ങൾ ഈ അലമാരകളിൽ നിന്ന് പുറത്തേക്ക് ഈ കൈയും കാലും എല്ലാം നീട്ടി തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ചുരുക്കത്തിൽ ഈ CBIയുടേതായിട്ടുള്ള നമ്മൾ ഈ CBI ഡയറി കുറിപ്പ് എന്ന സിനിമയെല്ലാം കണ്ട് മലയാളികളും മറ്റു പലരും എല്ലാം ഇതിനെന്തോ ഒരു വല്ലാത്തൊരു മാസ്മരികതയെല്ലാം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ ഒരു ദിവ്യത്വമൊന്നുമില്ല, ഒരു മാസ്മരികത ഇല്ല. ഇത് പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന് മുമ്പ് സുപ്രീം കോടതി തന്നെ CBI ചോദിച്ച പോലെ കൂട്ടിനകത്ത് അടയ്ക്കപ്പെട്ട തത്ത എന്നുള്ളത് പോലെയും ഇതിങ്ങനെ രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടാൻ വേണ്ടി കെട്ടഴിച്ചു വിടുന്നതായിട്ടുള്ള ഒരു നായയെ പോലെയും ഒക്കെ ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. CBIയുടെ നിഷ്പക്ഷത, അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അതിൻ്റെ നിഷ്പക്ഷത നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണ ഏജൻസി എന്നുള്ള നിലയിൽ ഇപ്പോഴും CBIയെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല
അത് വാസ്തവത്തിൽ ഈ രാജ്യത്തെ സംബന്ധിച്ച് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. CBIയുടേതായ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇന്ത്യയിലെ ഏത് അന്വേഷണ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയാണ് പിന്നെ ചോദ്യം ചെയ്യാൻ ബാക്കിയുള്ളത്? അതാണ് അതിലെ കാതലായ അടിവരയിടേണ്ട പോയിന്റ്. ശ്രീ റജി ലൂക്കോസ്, അതായത് റഫേൽ അടക്കം പുറത്തെത്തും, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നോക്കൂ. പരസ്പരം അഴിമതിയുടെ ആരോപണങ്ങൾ. ആരാണ്? ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും വലിയ ഏജൻസിയാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അടക്കം കടന്നു കയറാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പൊതു അന്വേഷണ ഏജൻസി കൂടിയാണ് CBI. ആ CBIയുടെ തലപ്പത്തുള്ളവർ പരസ്പരം അഴിമതി ആരോപിക്കുകയാണ്. ഒടുവിൽ ഇങ്ങനെ ഒരു അഴിമതി ആരോപണത്തിന്റെ പശ്ചാത്തലമായി പ്രധാനമന്ത്രി കൂടി ഉൾപ്പെടുകയാണ്. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അലോക് വർമ്മ തൊട്ടു. അതാണ് ഒരു പക്ഷേ മോദി ഭയപ്പെടുന്നത് എന്ന് വരെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വികസിച്ചു. ഒപ്പം ബംഗാൾ, ഛത്തീസ്ഗഡ്, ഹിമാചൽ അടക്കം നിരവധി സംസ്ഥാനങ്ങൾ CBI ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ വിശ്വാസ്യത CBIയുടെ കാര്യത്തിൽ ഇല്ല എന്ന് പറയുന്ന നിലപാടിലേക്ക് പോലും കാര്യങ്ങളെത്തി. ഒരു പക്ഷേ ഇതൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ല, ബഹുമാനപ്പെട്ട ചന്ദ്രബാബു നായിഡു പരസ്യമായിട്ട് പറഞ്ഞു ഇവിടെ നമ്മൾ ആന്ധ്ര. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഞാൻ ചർച്ച തുടക്കം പറയുന്നത് ബഹുമാനപ്പെട്ട MP പറഞ്ഞൊരു വാചകമുണ്ട്, വളരെ പ്രസക്തമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇനി ഏതൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയിലാണ് ക്രെഡിബിലിറ്റി ബാലൻസ് നിൽക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അതായത് അതിന്റെ തുടക്കത്തിൽ വേറെ കാര്യം പറഞ്ഞോട്ടെ, ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഒരു വംശഹത്യയിലൂടെയാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ മാത്രം വോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വംശഹത്യ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണയോടെ നടത്തിക്കൊണ്ട് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ അതായത് ഇരിക്കുമ്പോഴുള്ള ഒരു തിക്താനുഭവമുള്ള ഒരാളാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയിലിരിക്കുന്ന ശ്രീകുമാർ സാറ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. ആ ബുക്കിനകത്ത് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വേട്ടയാടാനൊക്കെ ശ്രമിച്ചതും അദ്ദേഹത്തിന്റെ നീതിബോധത്തെയൊക്കെ ചോദ്യം ചെയ്തതിനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മലയാളികളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ പോലും ഭയത്തിൽ അപകടത്തിൽ വന്നൊരു സിറ്റുവേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ. അപ്പൊ ഈ നരേന്ദ്രമോദി ഇന്ന് വരെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഈ പറയുന്ന മാനസികാവസ്ഥയിൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഭരണഘടനാപരമായ ബാധ്യതയുണ്ടോ ഈ സ്വതന്ത്ര ഏജൻസി അയാളുടെ CBIയുടെ ഡയറക്ടറെ അയാളെ നിയമിക്കുന്നതിനും പുറത്താക്കുന്നതിനും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുടെ കൂടി മാത്രമേ ഉള്ളൂ പുറത്താക്കാനും പറ്റത്തുള്ളൂ, എടുക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? ഈ പ്രധാനമന്ത്രി നേരിട്ട് പുറത്താക്കിയത് എന്തുകൊണ്ടാണ്? ഈ പ്രധാനമന്ത്രി പദം എന്താണെന്ന് ഈ നിമിഷം വരെ മനസ്സിലായിട്ടില്ല. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, റഫേൽ ഭയം. റഫേൽ എന്ന് പറയുന്ന വിമാന ഇടപാടിൽ നിന്നൂടെ കൊള്ളയടിച്ചിരിക്കുന്നത് 20,000 കോടി രൂപ ഡയറക്റ്റ് ആയിട്ട് അംബാനിയുടെ കടം തീർക്കാണ്ട് കൊടുത്തു. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ അസ്താന എന്ന് പറയുന്ന ആരാ? ഗുജറാത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു അരിമ ശിഷ്യനെ പോലെ ഒരു വളരെ പെറ്റായ ഒരു മനുഷ്യനാണ് അസ്താന. ഈ അസ്താനയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? 5,000 കോടിയായിട്ട് മുങ്ങിക്കൊണ്ടുപോയ ഒരു ഗുജറാത്തി വ്യവസായിയുടെ പണത്തിന്റെ ഫയലുകളും അതെല്ലാം കൂടി സുപ്രീം കോടതി കൊടുക്കാനായിട്ട് നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു ഈ അലോക് വർമ്മ വിരമിക്കുന്ന ദിവസം വരെ. അപ്പൊ ഈ ഫയല് അദ്ദേഹം ക്ഷണിച്ചു വരുത്തി. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ മുന്നിലുള്ള ആ 4 ഫയലുകൾ, ഈ റഫേലുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ അദ്ദേഹം വിളിച്ചു വരുത്തി. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൂടാണ്ട് ബഹുമാനപ്പെട്ട MP വിട്ടുപോയ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കൽക്കട്ട എന്നുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് CBIയിൽ, കൽക്കട്ട കേട്ട ഉദ്യോഗസ്ഥന. അദ്ദേഹമാണ് കൽക്കരി ഖനിക മുതലാളിമാരുടെ 5,000 കോടി രൂപ വെട്ടിച്ചപ്പോൾ അത് സുപ്രീം കോടതി പിടി വീഴുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ കേസ് നീട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം ഈ അലോക് വർമ്മ രാജിവെക്കുന്നവരും വരെ നീട്ടിക്കൊണ്ടുപോയി ഉള്ള ശ്രമമായിരുന്നു. പക്ഷേ സംഭവിച്ചെന്താ? അലോക് വർമ്മ ഇതിനെതിരെ ഒരു ഉത്തരവിടുമെന്നും അദ്ദേഹം ഈ പറഞ്ഞ അസ്താനിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഈ ഫയലുകളിൽ അദ്ദേഹം ഉത്തരവിടുമെന്നുള്ളൊരു കൃത്യമായ ഘട്ടം വന്നപ്പോൾ പാതിരാത്രിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് ചവിട്ടി പൊളിച്ചിട്ടാണ് ഈ 6 ഫയലുമായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ ദൂതന്മാരായ ഉദ്യോഗസ്ഥന്മാർ കടന്നുപോയത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, കൃത്യമായിട്ടറിയാമല്ലോ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഈ രാജ്യത്തില്ല. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കുകയും സ്വതന്ത്ര ഏജൻസിയായ CBI ഇത്രയ്ക്ക് നഗ്നമായ രീതിയിൽ അപമാനിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയും സുപ്രീം കോടതി എന്താ പറയുക അപമാനിച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അവധിയെടുത്ത് അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു ഒരു ജഡ്ജിനെ അയച്ചു തന്നെ ഇതിനകത്ത് പല സംശയങ്ങളും ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഈ രാജ്യം വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കയിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിലെ ചില പ്രസിഡന്റുമാരുടെ രീതിയിലേക്ക് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കൊണ്ടുപോയിരിക്കുന്നു. ഞാൻ മലയാള ഭാഷയിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അലോക് വർമ്മ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം അദ്ദേഹം എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്ന വേറെ വിവരമുണ്ട്. എന്താ പറയുന്നറിയോ? അതായത് CBI കുറിച്ച് കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അടിവരയിട്ടിരിക്കുന്നു, തങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. അതായത് പറഞ്ഞിട്ടുണ്ട്, സമ്മതിക്കത്തില്ല. ആ വാക്ക് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ആ ആംഗിളിൽ നമ്മൾ കേരളത്തിലേക്ക് ഒന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.
ഇവിടുത്തെ BJP-ക്കാരും കോൺഗ്രസ്സുകാരും നാവിടുത്തെ 40 വട്ടം പറയും എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം CBI കൊണ്ട് അന്വേഷിക്കണം, CBI-ക്ക് അന്വേഷിക്കണം. എന്തുകൊണ്ട്? കാരണം CBI അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേന്ദ്ര ഗവൺമെന്റ് ചട്ടവുമായ ഏജൻസി കേരളത്തിലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ജനകീയരായിട്ടുള്ള പല CPM നേതാക്കന്മാരെയും അല്ലെങ്കിൽ പിടിച്ച് അകത്തിടാനും അവരെ വ്യക്തിഹത്യ നടത്താനായിട്ടും ശ്രമിക്കുമെന്ന് അലോക് വർമ്മയുടെ വാക്കിലൂടെ തന്നെ ഇന്ന് കേരളം പ്രത്യേകിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, താങ്കൾക്ക് കേൾക്കാം. അതായത് ഈ പാതിരാ നാടകം കളിക്കുന്നു ഒരു അലോക് വർമ്മയ്ക്കെതിരായി ചരിത്രത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അധിഷ്ഠിതമായ ഏജൻസികളെ കൊണ്ടുപോകുന്ന രീതിയാണ്. RBIയുടെ കാര്യം നാം കണ്ടു. ഇത്തരത്തിൽ ഓരോ ഏജൻസികളിലേക്കും ജുഡീഷ്യറിയിലേക്കുള്ള കയറ്റവുമായി ബന്ധപ്പെട്ട ഉയർന്ന വിമർശനങ്ങൾ നമുക്കറിയാം. ജസ്റ്റിസുമാരുടെ പരസ്യമായ വാർത്താ സമ്മേളനത്തിലൊക്കെ ഒക്കെ പോയ വിഷയങ്ങൾക്കൊക്കെ പിന്നിൽ ഇങ്ങനെ ഓരോ സംവിധാനങ്ങളെയും ഭരണഘടനാപരമായ സംവിധാനങ്ങളെയും വീഴ്ത്തുകയാണ് അല്ലെങ്കിൽ കൈകടത്തുകയാണ്. ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് CBI പ്രശ്നവും വിവക്ഷിക്കേണ്ടത്, വിവരിക്കേണ്ടത്, വിമർശിക്കപ്പെടേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാനുള്ള ഈ പാതിരാ നാടകം കളിക്കുന്നു. അതിനുശേഷം കോടതി വഴി തിരിച്ചെത്തിയ പദവിയെ വീണ്ടും കളയുന്നു. എന്തിനാണ് മോഡി ഇത്രയും അലോസരപ്പെടുന്നത്? എന്തിനാണ് അലോക് വർമ്മയ്ക്കെതിരെ ഇത്രയേറെ നടപടികൾ ഇത്ര ഉത്സുകതയോടെ ചെയ്യുന്നത്? ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ പ്രത്യേകിച്ച് ദില്ലിയിലിരിക്കുന്ന താങ്കൾക്ക് കൂടുതൽ ശക്തമായി വാദിക്കാനാകും, വിവരിക്കാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ കാണുമ്പോൾ മുഴുവനായും തന്നെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കൺട്രോളിൽ മാത്രം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കേസിൽ തന്നെ വ്യക്തമായി സുപ്രീം കോടതി തന്നെയാണ് വളരെ വിശദമായി വാദം കേട്ടതിന് ശേഷമാണ് അലോക് വർമ്മയെ CBI ഡയറക്ടറായി നിയമിക്കാൻ തീരുമാനിച്ചത്. നമ്മളുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ് അത് തീരുമാനമെടുത്തത്. അതിനുശേഷം അതേ കമ്മിറ്റിയിൽ അദ്ദേഹം മാറി നിൽക്കുകയും തൊട്ട് താഴെയുള്ള കോട്ട് നമ്പർ 2-ലെ ജസ്റ്റിസ് സിക്രി അതിന് വെക്കുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കാഡ്ജു ഇന്ന് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അതും ഇന്ന് ഇദ്ദേഹം രാജിവെച്ചുകൊണ്ട് അലോക് വർമ്മ രാജിവെച്ചുകൊണ്ട് എഴുതിയ ലെറ്ററും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഹിയറിംഗ് കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ ലെറ്ററിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സെയിം ടൈം ഇതിന് ഹിയറിംഗ് ലഭിച്ചു എന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് പ്രത്യേകമായി ഒരു ഹിയറിംഗ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ ഈ കേസിൽ ഒരു വല്ലാത്ത പ്രത്യേകതയുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് സുപ്രീം കോടതി പറയുന്നത്. അലോക് വർമ്മയ്ക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് സിക്രി പറഞ്ഞു എന്നാണ് ജസ്റ്റിസ് കാഡ്ജു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്താണ് ചാർജ് എന്ന് എവിടെയും കാണുന്നില്ല, എന്ത് പറഞ്ഞു എന്നും കാണുന്നില്ല. ഇത് വളരെ പ്രീ മെഡിറ്റേറ്റഡ് ആയ രീതിയിലാണ് കാര്യങ്ങൾ നടന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് കാണുന്നത്. നിയമത്തിനുപരിയായി ഇതിനെ കാണുന്ന സാധാരണക്കാർക്ക് തോന്നുന്ന വിഷയം ഇതിൽ എന്തോ പ്രീ മെഡിറ്റേറ്റഡ് ആയിക്കൊണ്ട് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ഒരു കാര്യങ്ങളാണ് നടന്നത്. കാരണം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു കഴിഞ്ഞതാണ്, റാഫേൽ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപണം നേരിടുന്ന വ്യക്തികളിൽ ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, എങ്കിൽ കൂടി കുറ്റാരോപിതനാണ്. ഇപ്പോൾ അലോക് വർമ്മയ്ക്കെതിരെ എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചാർജ് ഉള്ള ആളാണ് നമ്മളുടെ പ്രധാനമന്ത്രിയും. ഈ ഒരു അവസരത്തിലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലെറ്ററിലും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഒരു കാരണവശാലും അലോക് വർമ്മ CBIയുടെ ഡയറക്റ്റായി തുടരാൻ പാടില്ല എന്ന് തീരുമാനിച്ച ശേഷം ഇത് തീരുമാനമായി സാധാരണക്കാർക്ക് ഇതിനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾക്കറിയാം, ഇപ്പോൾ 2013 ലോക്പാൽ ബിൽ വന്നതിന് ശേഷം നമ്മളുടെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ സെക്ഷൻ മാറിയിട്ടുണ്ട്. അത് പ്രകാരം ഇപ്പോൾ ചീഫ് ജസ്റ്റിസും ഓപ്പോസിഷൻ ലീഡറും അതുപോലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ അദ്ദേഹം നിയമിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരാളുമാണ് ഇത് ചെയ്യേണ്ടത്. അത് ചെയ്ത സമയത്തിൽ ഇപ്പോൾ തീർച്ചയായും തന്നെ ചില ചാർജുകൾ ഉണ്ട് എന്ന കാരണം മാത്രം
മാത്രം പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ ഹിയറിംഗും നൽകാതെയാണ് ഈ തീരുമാനം എടുത്തത് എന്നുള്ളത് തന്നെ വളരെയധികം സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ വിഷയത്തിൽ സിക്രി പറഞ്ഞിട്ടുണ്ട്, അത് അലോക് വർമ്മയുടെ ആ വാദത്തെ അംഗീകരിക്കാനാകില്ല, കാരണം വാദം കേട്ടില്ല എന്ന്. വാദം കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വശം വിവരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന അർത്ഥത്തിലുള്ള സിക്രിയുടെ മറുപടിയുണ്ട്. അതിന്റെ യുക്തി എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ദീപക് പ്രകാശിലേക്ക് തന്നെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. വേഗം അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ആ അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞു നിർത്തിയെടുത്തും തന്നെ, അതായത് സിക്രിയുടെ വാദം ആ അർത്ഥത്തിൽ പുരോഗമിക്കുന്നു. ഒരുപക്ഷെ സിക്രി മല്ലികാർജുന ഖാർഗെയെ പോലെ ഒരുപക്ഷെ വലിയ ഒരു എതിർപ്പ് നിഷ്പക്ഷമായി മൂന്നംഗ സമിതിയിൽ ഉന്നയിച്ചില്ല എന്നൊക്കെ ഉള്ളത്. ഒരുപക്ഷെ അതൊക്കെ വ്യക്തിപരമായുള്ള അവരുടെ സ്വാതന്ത്ര്യങ്ങളാണ്. അതിനെ പല രീതിയിൽ പുറത്തുനിന്ന് വിമർശിക്കുന്നുവെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാനാകില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്ക് കുറെ കൂടി പിന്നിലേക്ക് പോയാൽ CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ ഈ അലോക് വർമ്മയ്ക്കെതിരായി എടുത്തു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കോടതിയിലെത്തിയ സമയത്ത് ഇതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ മുദ്രവെച്ച കവറിൽ ഇത് കോടതി ഈ അലോക് വർമ്മയ്ക്ക് നൽകി. എന്നാൽ അസ്താനയ്ക്ക് അത് നൽകാൻ തയ്യാറായതുമില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷെ ക്ലീൻ ചീറ്റ് എന്ന രീതിയിലേക്ക് അലോക് വർമ്മയെ നമുക്ക് കാണേണ്ടതില്ല. എങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും ഇപ്പോഴും എഡ്ജ് അലോക് വർമ്മയ്ക്കാണ്. എല്ലാ അർത്ഥത്തിലും ഏതെങ്കിലും തരത്തിൽ അലോക് വർമ്മ വിമർശിക്കപ്പെടുന്നുവെങ്കിൽ അത് മോദിക്ക് ഭയപ്പെടാവുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നു. മോദിയുടെ തൽപരരെ തിരിച്ച് വീണ്ടും മോഡിക്ക് താല്പര്യമില്ലാത്തവരെ വീണ്ടും തിരിച്ച് CBI ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് പഴയ ഉത്തരവുകൾ റദ്ദാക്കുന്നതിലേക്കാണ് അത്തരം കേസന്വേഷണങ്ങൾ. ഏതാണ്ട് 6ഓളം പരാതികൾ, റാഫേൽ ഉൾപ്പെടെ 6ഓളം പരാതികളുമായി ബന്ധപ്പെട്ട് അലോക് വർമ്മയുടെ നീക്കം മോദിയെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നഗ്നമായ ലംഘനമല്ലേ? അതായത് ഇന്ത്യൻ നീതി വ്യവസ്ഥയും നിയമവ്യവസ്ഥയും രാജ്യത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന വിശ്വാസ്യതയിലെയും ഉള്ള നഗ്നമായ ലംഘനം തന്നെയല്ലേ മോദി സർക്കാർ അലോക് വർമ്മയ്ക്കെതിരെ കാട്ടിയത്? അലോക് വർമ്മയുടെ രാജി ആ അർത്ഥത്തിൽ വലിയ അർത്ഥത്തിൽ നീതീകരിക്കുന്നതല്ലേ? തീർച്ചയായും അത് നീതീകരിക്കുന്നതാണ്. ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ അദ്ദേഹം എഴുതിയ ലെറ്ററിലെ, അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിലെ ഫസ്റ്റ് വാചകം ഒന്ന് വായിക്കാം. ദ സെലക്ഷൻ കമ്മിറ്റി ഹാസ് നോട്ട് പ്രൊവൈഡഡ് ദ അണ്ടർസൈൻ an opportunity to explain the details as recorded by the CVC before arriving at the decision. Natural justice has been settled and entire process was turned upside down into ensuring that the undersigned is removed from the post of the director CBI. The selection committee did not consider the fact that the entire CVC report is premised on the charges alluded by the complainant, who is presently under the investigation by the CBI. It may be noted that CVC only forwarded purportedly signed statement of the complainant, and the complainant never came before Justice Patnaik supervising inquiry. Also, Justice Patnaik concluded that the finding conclusion of the report are not his. ഇതാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ റെസിഡൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ, CVC റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ഇത് സുപ്രീം കോടതി വ്യക്തമായി ചുമതലപ്പെടുത്തിയിട്ടുള്ള സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജസ്റ്റിസ് പട്നായിക്ക് പരിശോധിച്ചിട്ടില്ല, അദ്ദേഹത്തിന് മുതൽ വന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടോട് കൂടിയല്ല ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫൈൻഡിങ്ങിന് യാതൊരു സാധ്യതയുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ലെറ്ററിൽ പറയുന്നത്. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. കാരണം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരാളെ തിടുക്കം പിടിച്ച് മാറ്റുന്നു. അദ്ദേഹത്തിന് ഒരു 2 ദിവസത്തിനുള്ള ഇത്രയും അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തുകൊണ്ട് സാധാരണ അതെ, ഇത് സുപ്രീം കോടതിയുടെ വിധി തന്നെ ഒരു മോക്കറിയായി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിക്ക് ഒരു പ്രാധാന്യവും നൽകാതെ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് തന്നെ വിധിച്ചാലും ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ അപ്രമാദിത്വമാണ്, ഗവൺമെന്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊരു തോന്നൽ സാധാരണക്കാരിൽ ഉളവാക്കുന്നത് പോലെ നടപടിക്രമങ്ങളാണ് നടന്നത്. തീർച്ചയായും തന്നെ ഇത് ശ്രദ്ധിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും വളരെയധികം അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ മാന്യമായി അലോക് വർമ്മ വ്യക്തമായി പറഞ്ഞു, എൻ്റെ കാലാവധി നേരത്തെ പൂർത്തിയാക്കിയതാണ്, ഇപ്പോൾ എനിക്ക് തന്ന പോസ്റ്റിൽ എനിക്ക് ധാർമ്മികമായി തുടരാൻ സാധ്യതയല്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് വ്യക്തമായി എഴുതിയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഇത് നമ്മൾക്കെല്ലാം ഒരു വലിയ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം തീർച്ചയായും ദീപക് പ്രകാശ്, അതായത് ഇത്രയേറെ അർത്ഥത്തിൽ നഗ്നമായ രീതിയിൽ പല ലംഘനങ്ങളും
സുപ്രീം കോടതിയുടെ വിധിയിൽ തിരിച്ചെത്തിയ അലോക് വർമ്മയോട് കാണിക്കുന്നു. അതിന്റെ അർത്ഥം സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങളോട് തന്നെ കാണിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ സുപ്രീം കോടതി അവിടെ വ്യക്തമാക്കിയത് ഈ രീതിയാണെന്ന്. അപ്പോൾ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ആ രീതി തന്നെ ശരിയാക്കിയിട്ട് വീണ്ടും അതേ നടപടിയിലേക്ക് പോകുന്നു. അതും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക. എന്നിട്ടും പ്രധാനമന്ത്രി അധ്യക്ഷനായ ഈ 3 അംഗ സമിതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായി എത്തിയ സിക്രി മല്ലികാർജുന ഖാർഗെയെ പോലെ ഒരു എതിർ നിലപാടെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒരു ശബ്ദം അവിടെ ഉയർന്നില്ല? അങ്ങനെ പറയാമോ? തീർച്ചയായും ഇതിൽ സിക്രിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്: സീരിയസ് ചാർജസ് ലെവൽ അഗെയിൻസ്റ്റ് അലോക് വർമ്മ, ഇറ്റ് ഹാവ് ടു ബി കൺസിഡേർഡ്. അദ്ദേഹം ഈ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അത് ശരിയല്ല എന്നൊരു കാരണം പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. പക്ഷേ എങ്കിൽ കൂടി ഒരു സാമാന്യ നീതിയുടെ ലംഘനം ഇതിലും ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു വരുത്തി, ഒരു സാധാരണയായി അദ്ദേഹം ചീഫ് ജസ്റ്റിസ് പ്രതിനിധി എന്ന നിലയ്ക്കാണ് പോയത് എങ്കിൽ കൂടി ഒരു സംശയം ഉളവാക്കുന്ന സമയത്ത് നമ്മളുടെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഇത്രയും പ്രധാനപ്പെട്ട വിഷയം ആയതുകൊണ്ട് ജസ്റ്റിസ് ചെയ്താൽ മാത്രം പോരാ, ചെയ്തെന്നാൽ തോന്നൽ കൂടി ഉളവാക്കണം. നോട്ട് ടു ബി ഡൺ, സീംസ് ടു ബി ഡൺ. അത് ചെയ്താൽ മാത്രം പോരാ, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നീതിയും നിയമവും അതിന്റെ വ്യവസ്ഥയും ഒക്കെ നടപ്പാക്കിയാൽ മാത്രം പോരാ, നടപ്പാക്കിയെന്ന് ബോധ്യപ്പെടുത്തണം ഈ ജനതയെ. ആ അർത്ഥത്തിൽ കൂടിയാണ് നിയമത്തിന്റെ പ്രായോഗികമായ വശങ്ങൾ പൂർത്തിയാകൂ എന്നും നിഷ്കർഷിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതാണ്. ശ്രീ ആർ ബി ശ്രീകുമാറിലേക്ക് തന്നെ പോകാം. ശ്രീ ആർ ബി ശ്രീകുമാർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? അതായത് ഈ മോദി എന്നത് തനിക്ക് ഇഷ്ടപ്പെടാത്തവരെ, തന്റെ കൺട്രോളിൽ നിൽക്കാത്തവർക്കൊക്കെ എതിരെ ശീലിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഒരുപക്ഷെ അതിന്റെ നേരിട്ടുള്ള ഇരയാണ് ആർ ബി ശ്രീകുമാർ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നേരത്തെ ശ്രീ റജി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പരിമിതിയിൽ മാത്രം നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്നത്. വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ്. പക്ഷേ ഇര ഇപ്പോൾ അഭിമാനമായി ആ രാജ്യം മുഖത്തേക്കെറിഞ്ഞു. എൻ്റെ തൊഴിലാളി അഭിമാനത്തിന് മുകളിൽ, അല്ലെങ്കിൽ എൻ്റെ ഉദ്യോഗസ്ഥ അഭിമാനത്തിന് മുകളിൽ ഒരു മോഡിയുടെയും പരുന്തിനെ പറപ്പിക്കില്ല എന്ന അഭിമാനത്തോടു കൂടി അദ്ദേഹം വലിച്ചെറിയുകയാണ് ചെയ്തത്. ഒരുപക്ഷെ മോദി എന്തിനാണ് അലോക് വർമ്മയെ ഈ ഘട്ടത്തിൽ ഇത്ര പേടിക്കുന്നത്? മോദിക്കെതിരായി റഫേൽ അടക്കമുള്ള പല അന്വേഷണങ്ങളും മോഡിയിലേക്ക് തന്നെ വിരലുകൾ എത്തും എന്ന നിരീക്ഷണം പുറത്ത് പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് അലോക് വർമ്മയെ ഇത്ര ധൃതിയിൽ മോദി പുറത്താക്കുന്നത്? മോദി ഭയപ്പെടുകയാണോ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ? കാരണം ഇതിന്റെ ഒരു അനുഭവ പശ്ചാത്തലം കൂടി താങ്കൾക്കുണ്ടല്ലോ. സംശയമില്ല. കാരണം മോദി സാഹബിൻ്റെ ഒരു ബ്ലോട്ടഡ് ഇമേജാണ്, 100% കള്ളപ്രചരണമാണ് ഇത്. ഇവിടെ ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊല അദ്ദേഹവും മറ്റു നേതാക്കന്മാരും സംഘപരിവാർ നേതാക്കന്മാരും ഓർഗനൈസ് ചെയ്ത്, പ്ലാൻ ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, മൊബിലൈസ് ചെയ്ത് ഒത്താശക്കാരെ കൂട്ടി, പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഒത്താശക്കാരുടെ സഹായത്തോടുകൂടി നടപ്പിൽ വരുത്തിയതാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ മുസ്ലിം വിടുത്ത ലഹളകളിൽ 150 പേരെ നമുക്ക് ജയിലിലേക്കാൻ സാധിച്ചു. ഞങ്ങളുടെയൊക്കെ എവിഡൻസ് ആണ്. എൻ്റെ എവിഡൻസ് പ്രധാനമായിട്ടുണ്ട്. എൻ്റെ 9 അഫിഡവിറ്റുകൾ, സത്യവാങ്മൂലങ്ങളിൽ 450 പേജ് വരുന്ന സത്യവാങ്മൂലങ്ങളുടെ ഒരു സെൻറ്റൻസ് പോലും തെറ്റെന്ന് ഗവൺമെൻറ്റിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ വേണ്ടവരെ ഉപയോഗിച്ചില്ല. രാഘവൻ സാർ, ഡോക്ടർ രാഘവൻ സാർ ഇപ്പോൾ സൈപ്രസിലെ ഇന്ത്യൻ അംബാസഡർ നിയമിതനായ അദ്ദേഹം അതിനെ അട്ടിമറിക്കാൻ നോക്കി. അതെല്ലാം സത്യമാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യ അജണ്ട IPS IAS ഓഫീസേഴ്സുള്ള സകല ആളുകളും ഗവൺമെൻറ് സർവീസിൽ നടപ്പിക്കേണ്ടതാണ്. ഗവൺമെൻറ് സർവീസിൻ്റെ ഓത്തെടുത്തിരിക്കുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ലോയൽറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയൽറ്റി. എന്നോട് ചീഫ് സെക്രട്ടറി തന്നെ ഒരിക്കൽ പറഞ്ഞു, ഇത് ചീഫ് മിനിസ്റ്റർക്ക് നിങ്ങളുടെ റിപ്പോർട്ട്സുകൾ ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞു, സാർ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഓത്തെടുത്തിരിക്കുന്നത്, ഞാൻ ചീഫ് മിനിസ്റ്ററുടെ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ പോളിസികൾക്കോ അല്ല. ആ രീതിയിലുള്ള ഒരു മനോഭാവം, ആ രീതിയിലുള്ള ദൃഢനിശ്ചയം, ധ്രുവത്വം ഈ ആൾ ഇന്ത്യ സർവീസുകാരെങ്കിലും കാണിക്കണം. ആൾ ഇന്ത്യ സർവീസുകാർക്ക് വലുതായിട്ട് നഷ്ടമൊന്നും വരാനില്ല. എളുപ്പം ഡിസ്മിസ് ചെയ്യാൻ നോക്കില്ല. എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എത്ര പേര് ഡിസ്മിസ് ചെയ്തു? കറപ്ഷനോ അല്ലെങ്കിൽ വലിയ പെരുമാറ്റ ചട്ടങ്ങൾക്ക് ദൂഷ്യങ്ങൾക്കോ കൊണ്ടേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ആ വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ആൾ ഇന്ത്യ സർവീസ് ആക്ട്
ആളുടെ സർവീസ് ആക്ട് IAS IPS ആർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും നല്ല വിരമിച്ചതിന് ശേഷവും നല്ല പദവി കിട്ടാൻ വേണ്ടിയും നല്ല പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയും, നല്ല പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയും ആ മുഖ്യമന്ത്രിയും മറ്റും മണിയടിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ മണിയടിക്കുന്ന പ്രവണതയാണ് ഇന്ത്യ മുഴുവൻ നിന്ന് കാണുവരുന്നത്. മെയിൻ സ്ട്രീമിൽ അതാണ് കാണുന്നത്. അങ്ങനെയുള്ളവരെ ദുരുപയോഗം ചെയ്ത് കാര്യങ്ങൾ സാധിക്കാൻ സമർത്ഥനാണ് മോദി സാഹിബ്. അങ്ങനെയാണ് അതായത് ഈ അലോക് വർമ്മയെ ശ്രീ RB ശ്രീകുമാർ അലോക് വർമ്മയെ പുറത്താക്കുക വഴി അല്ലെങ്കിൽ പുറത്താക്കാൻ രാജി കത്ത് അദ്ദേഹത്തെ കൊണ്ട് നദിക്കാതെ അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് നിരന്തരമായി ക്ഷതം വരുത്തുക വഴി അതിന്റെ ഗുണഭോക്താവ് ആരാണ്? മോദി തന്നെയല്ലേ? അതിന്റെ ഗുണഭോക്താവ് മോദി സാഹിബ് തന്നെ. കാരണം ഇനി ഏതെങ്കിലും രീതിയിൽ 1 ഇഞ്ച് പോലും മോദി സാഹിബിന്റെ താല്പര്യത്തിനെതിരായി ഏതെങ്കിലും സിവിൽ സർവൻറ്റ് പോയാൽ, അന്വേഷണ ഉദ്യോഗസ്ഥൻ പോയാൽ അവർക്ക് ഖേദിക്കേണ്ടി വരും, അവർക്ക് കഷ്ടപ്പെടേണ്ടി വരും. അതാണ് ഇതെല്ലാം കാണിക്കുന്നത്. എന്നെ ഉപദ്രവിച്ചു, ഇപ്പോഴും ഒരു കേസ് സുപ്രീം കോടതി കിടക്കുന്നു, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീഡിംഗ് കേസ് റിവൈവ് ചെയ്യാനുള്ള കേസ് സുപ്രീം കോടതി കിടക്കുന്നു. രാഹുൽ ശർമ്മ എന്ന ആൾ 6-7 കേസ് ഫേസ് ചെയ്യുന്നുണ്ട്. സഞ്ജീവ് ഭട്ട് എന്നുള്ള ഒരു മൂന്നാമത് കുറേയൊക്കെ എവിഡൻസ് കൊടുത്ത അദ്ദേഹത്തിനെ ജയിലിലടച്ചു. അത് പഴയ ചില തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ IAS ഓഫീസർ JS റാണ ഇപ്പോഴും പല കേസ് ഫേസ് ചെയ്യാണ്. അതുപോലെ അസ്ഥാനയ്ക്ക് മോദിയുടെ പിടിയാനായ മോദിയുടെ കാര്യങ്ങൾ വേണ്ടവണ്ണം മോദിക്ക് അനുകൂലമായി ചെയ്യുന്ന ആളായ ഈ അസ്ഥാനെ ഉപദ്രവിക്കാൻ നോക്കി അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ സ്ഥിതി വന്നത്. അസ്ഥാനെ പറ്റി ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഗോധ്ര സംഭവം ഒരു ഗൂഢാലോചന എന്നുള്ള ഒരു തിയറി കൊണ്ടുവന്നത് ഏകദേശം ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി 20 ദിവസത്തിന് ശേഷം കൊണ്ടുവന്നതാണ് അദ്ദേഹം ചെയ്ത മോദിക്ക് അനുകൂലമായ പ്രവൃത്തി. അത് ആ ഗൂഢാലോചന തെളിയിച്ചിട്ടില്ലെന്ന് സുപ്രീം കോടതി ഹൈക്കോടതി തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഹിരണ്യായ നമ എന്ന രീതിയിലുള്ള ഈ അസ്ഥാനക്കെതിരെ താങ്കളുടെ പുസ്തകത്തിലുള്ള താങ്കളുടെ കണ്ടെത്തൽ ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? ഞാനത് വായിക്കാം. അതായത് ഇവിടെ 20ഓളം അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനം ചെയ്തവരെ പറ്റി പറയുന്നുണ്ട്. അത് രാകേഷ് അസ്താന IPS 1984 ജൂനിയർ IG ആയിരുന്നിട്ടും വഡോദര റേഞ്ചിന്റെ IG ആയി 2003 ഏപ്രിൽ നിയമിതനായി. ഗോധ്രയിൽ ട്രെയിൻ കത്തിയ സംഭവത്തിൽ ഗൂഢാലോചന സിദ്ധാന്തത്തെ പിന്തുണച്ചു എന്ന ആരോപണം നേരിടുന്ന ആൾ ഗൂഢാലോചന നടത്തിയെന്ന് പറയപ്പെടുന്നവരെ ഹൈക്കോടതി കുറ്റവിമുക്തമാക്കി. തുടർന്ന് അദ്ദേഹം വഡോദര സിറ്റിയുടെയും സൂറത്ത് സിറ്റിയുടെയും കമ്മീഷണർ പദത്തിലെത്തി. ഈ 2 പദവിയും പോലീസിലെ അന്തസ്സുള്ള സ്ഥാനങ്ങളാണ്. പിന്നീട് CBI അഡീഷണൽ ഡയറക്ടറായി കേന്ദ്രം അദ്ദേഹത്തെ നിയമിച്ചു. ഇതൊന്നും യാദർശികമല്ല എന്നും ഇതൊക്കെ മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗോധ്ര കലാപം തുടങ്ങിയിടം മുതൽ മോദി നടത്തുന്ന രാഷ്ട്രീയമായ ഇടപെടലുകളുടെ ഒരു ഇരയാണ്, വലിയൊരു അലോക് വർമ്മയാണ് ആ അർത്ഥത്തിൽ ശ്രീ RB ശ്രീകുമാർ. അങ്ങനെ ഇരകളാക്കപ്പെട്ടതിലെ ഏറ്റവും ഒടുവിലത്തെ ചിഹ്നം മാത്രമാണ് അലോക് വർമ്മ. അവിടെ അസ്താനയെ ഉപയോഗിച്ചു. അസ്താനയുടെ എങ്ങോട്ടാണ്, അസ്താനയുടെ രീതി എന്തൊക്കെയാണെന്ന് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ പുസ്തകത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. ഇതൊക്കെ വെളിവാക്കുന്നത് എന്താണ്? ഈ അലോക് വർമ്മ എന്ന ഒരു വ്യക്തിയെ മാത്രം ഇത്തരത്തിൽ വിലക്കുക വഴി മോദി നൽകുന്ന ഒരു സന്ദേശമുണ്ട്. തനിക്കെതിരെ നീങ്ങുന്നവർക്ക് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അധികാരം തുടരാൻ. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ലേ? യഥാർത്ഥത്തിൽ ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കിയല്ലേ മോദി? കാരണം 77-ൽ ഇതിനേക്കാൾ വലിയൊരു മഹതി ചെയ്തിട്ട് അവർ പോലും ഇന്ത്യയുടെ മുമ്പിൽ പൂട്ടുവീണല്ലേ? താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ശ്രീ മോദി അദ്ദേഹം പാർലമെന്റിനെ ഭയക്കുന്നു. പാർലമെന്റിൽ വരാത്തതായിട്ടുള്ള പ്രധാനമന്ത്രി പള്ളിക്കൂടം പിള്ളേർക്ക് ക്ലാസ് എടുക്കാനായി പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കിയാൽ ഈ പള്ളിക്കൂടം പിള്ളേരുടെ എല്ലാം ഗതികേട് എന്തായിരിക്കും? ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ 40% പോലും ഹാജർ നിലവാരമില്ലാത്തതായിട്ടുള്ള ഒരു കുട്ടി എങ്ങനെ പരീക്ഷയ്ക്കിരിക്കും? ഒരു പരീക്ഷ എങ്ങനെ പാസ്സാവും? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഹാജർ നിലവാരം എന്താണ്? PMOയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സാധാരണഗതിയിൽ മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി തന്നെയാണ് മറുപടി പറയാറ്. ഇവിടെ 2 സഭകളിലും പ്രധാനമന്ത്രി മറുപടി പറയാറില്ല എന്ന് മാത്രമല്ല
അദ്ദേഹത്തിന്റെ ജൂനിയറായിട്ടുള്ള ഏതെങ്കിലും ഈ മന്ത്രിമാരെ കൊണ്ട് ഇതിന് വഴുക്കൻ മട്ടിലുള്ള മറുപടി പറയുന്നതായിട്ടുള്ള നിലയിലേക്കാണ് എത്തുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ ആരംഭത്തിലെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് പാർലമെന്റിനെ തന്നെ ബൈപ്പാസ് ചെയ്യുക, പാർലമെന്റിനെ നോക്കി വൃത്തിയാക്കുക, പാർലമെന്റ് തന്നെ ആവശ്യമില്ലാത്തതാണെന്ന് വരുത്തി തീർക്കുക, തീരുന്നില്ല. എനിക്ക് ഇന്നലെ ലഭിച്ചൊരു കത്താണ്, ഞാനത് കൈരളി പീപ്പിളിൽ ആദ്യമായിട്ട് അത് പറയുക. ഇന്നലെ ലഭിച്ചൊരു കത്ത് ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങൾക്ക് BJP സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു ചങ്ങാതി ആ കത്ത് അയച്ചിട്ടുണ്ട്. കത്തിന്റെ കോപ്പി ഞാൻ പിന്നീട് തരാം നിങ്ങൾക്കല്ല. അത് പാർലമെന്റിന്റെ കാലാവധി, ലോക്സഭയുടെ കാലാവധി 5 നിന്ന് 8 വർഷമാക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിലും അവരുടെ തന്നെ കണക്കുകൂട്ടൽ അനുസരിച്ച് അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും സമാജ്വാദി BSP മുന്നണി UP-യിലായിരുന്നുവെങ്കിൽ 58 സീറ്റുകളിൽ BJP ഇപ്പോൾ ജയിച്ചത് പരാജയപ്പെടുമായിരുന്നു എന്ന് ഞങ്ങളോട് വ്യക്തിപരമായി സമ്മതിച്ചതായ കേന്ദ്രമന്ത്രിമാർ വരെയുണ്ട്. ഞാൻ പേരൊന്നും ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ അമിത്ഷായുടേതായിട്ടുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭീതി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള ഉരുത്തിരിഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ രാഷ്ട്രീയ 8 വർഷമായി കാലാവധി നീട്ടണം. ലോകത്തിലെ ഇത് ആരാണ് ആവശ്യപ്പെട്ട് കത്ത്? അത് കത്തിന്റെ കോപ്പി ഞാൻ തരാം. അവർ BJP-യുമായി, കാരണം ഇവർക്കിങ്ങനെ പല രീതിയിലുള്ള ഈ വിവിധ സംഘടനകളുണ്ട്. ഇപ്പൊ സംഘപരിവാറിന്റെ 2 ഡസനോളം സംഘടനകൾ, അത് പരസ്പരം നേരിട്ട് ബന്ധമില്ലാതെ അവരുടേതായിട്ടുള്ള ക്രിയകളും പ്രക്രിയകളും എല്ലാം അവരുടെ അതെ, ഇത് സംഘപരിവാർ അനുകൂല സംഘടനയാണോ ഇത്തരത്തിലൊരു? അവർ സംഘപരിവാർ അനുകൂല സംഘടന എന്ന നിലയിലാണോ MP എന്നുള്ള നിലയിലാണ് തന്നിരിക്കുന്നത്. അതായത് 8 വർഷമാക്കുക എന്ന് പറയുന്നത് അവർ പറയുന്ന യുക്തി എന്താണ്? അതിന് അവർ പറയുന്നതായിട്ടുള്ള ന്യായം, ഇത് വലിയ മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിന് കൂടുതൽ കാലാവധി വേണം. അല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വളവിന്റെ അപ്പുറത്ത് വന്ന് നിൽക്കുമ്പോഴാണ്. അതെ, 3 വർഷം കൂടി അധികാരത്തിലിരിക്കണം. മുമ്പ് ഈ ഭരണഘടനാ ഭേദഗതിയോടുകൂടി പാർലമെന്റിന്റെ നിയമസഭയുടെയും എല്ലാം കാലാവധി 6 മാസം പണ്ട് വർദ്ധിപ്പിച്ചതായിട്ടുള്ള ഒരു ചരിത്രമുണ്ടല്ലോ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആ കാലത്ത്. അപ്പൊ അതുപോലെ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇത് 8 കൊല്ലം ആക്കണം എന്നുള്ള നിലയിലേക്ക് ഇതിനു വേണ്ടിയുള്ള ആ ഒരു എന്താ BJP ആണോ ചെയ്തത്? ഞങ്ങളല്ല ചെയ്തതെന്ന് BJP നേതാക്കൾ പറയുക. എന്നാൽ ഈ സംഘടന ആരാണ്? ഇത് ആരാണ് ഒപ്പുവെച്ചയച്ചിട്ടുള്ളത്? ഇതുപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങളെ വിളിച്ചിട്ട് നിതി ആയോഗ് രംഗത്ത് വന്നതും പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ടുള്ളതും ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് ചില ഈ NGOസിനെ എല്ലാം ഡൽഹി കേന്ദ്രീകരിച്ച് പലരെയും നിർത്തിയിട്ടുണ്ട്. അല്ല, പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഇപ്പോഴും കൊടുത്തിട്ടില്ല, മാന്യമായി കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ആദ്യമായി പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ ഗ്രൂപ്പിന്റെ നേതാവ് എന്നുള്ള നിലയിലേക്ക് പാർലമെന്റിൽ നിരവധി തവണ ഈ കാര്യത്തിൽ വല്ലാതെ ഈ പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ വളരെ ശാഠ്യം പിടിച്ചിട്ടാണ്. പക്ഷെ മല്ലികാർജ്ജുന ഖാർഗെക്ക് പോലും മനസ്സിലായില്ല ഈ ഡ്രാഫ്റ്റ് ബില്ല് അവതരിപ്പിച്ചപ്പോ. ഞാനാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഖാർഗെജി ഇത് ഇവിടെ ഒഴിവാക്കുന്നത് അങ്ങനെയാണ്. അങ്ങേ എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിന്റെ സ്വരത്തെയാണ് ഒഴിവാക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ദി ലീഡർ ഓഫ് ദ സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി എന്ന് ചേർക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഇത് ഇപ്പോ ശിവകുമാർ ചേട്ടൻ ഇവിടെ ഇത് പറഞ്ഞല്ലോ, തിരുവനന്തപുരം സ്വദേശിയാണ്. ഡൽഹിയിലെ അശോക റോഡ് 44 അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് അവിടെ നടന്നു വരുമ്പോൾ ഞാനിങ്ങനെ ഈ സിവിൽ ഡ്രസ്സിൽ ഈ മനുഷ്യൻ നടന്നു വരുമ്പോൾ ഈ തെരുവോരത്ത് നിൽക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ മനുഷ്യനെ കണ്ട് സല്യൂട്ട് ചെയ്യുന്നത് കണ്ട് ഞാൻ അന്തപ്പെട്ടു പോയിട്ടുണ്ട്. നടന്നാണ് ഇദ്ദേഹം ഇങ്ങനെ കടന്നു വരാറുള്ളത്. അവിടെ ഞാൻ താമസിക്കുന്നത് ഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ നേരെ എതിരെയും ഡൽഹി പ്രദേശ് BJP ഓഫീസിന്റെ തൊട്ട് പുറകിലുമാണ്. എന്റെ വീട്ടിൽ 3 തവണ ഭവനഭേദനം നടന്നു എന്ന് പറയുമ്പോഴും ആ കള്ളനെ പിടിക്കാൻ ഡൽഹി പോലീസിന് കഴിയാത്തത് കൊണ്ട് 3ാമത്തെ തവണ ഒരുത്തിനെ പിടികൂടിയത് അവിടെ താമസിക്കുന്ന 6-7 കുടുംബങ്ങളെല്ലാം കൂടി മാറി മാറി കാവലിരുന്നിട്ടാണ്. സീതാറാം യെച്ചൂരിയുടെ മൊബൈല് അത് കട്ടുകൊണ്ടു പോവുക, MP രാജേഷിന്റെ മൊബൈൽ അത് കട്ടുകൊണ്ടു പോവുക, ഡൽഹിയിലെ ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് എന്റെ കീശയിൽ നിന്ന് എന്റെ മൊബൈൽ കട്ടുകൊണ്ടു പോവുക. എന്നിട്ട് ഇത്തരം പരാതിയെല്ലാം കൊടുക്കുമ്പോൾ തന്നെ എന്നോട് തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറയുന്നത്, സർ കോൾ ഡാറ്റ റെക്കോർഡ്സ് എല്ലാം എടുത്താൽ ഒരുപക്ഷെ ഇതെല്ലാം അപ്പൊ തന്നെ എഴുതി കൊടുക്കാൻ, കോൾ ഡാറ്റ റെക്കോർഡുകൾ പോലും എഴുതി കൊടുക്കാൻ അത്ര സുതാര്യമായ ഒരു പാർലമെന്റ് അംഗം സമ്മതിക്കുക. പക്ഷെ ഇന്ന് വരെ ഇതൊന്നും കണ്ടുപിടിക്കാനായി കഴിഞ്ഞില്ല. അലോക് വർമ്മയുടെ അവിടെ തന്നെ രാത്രി പോലീസുകാരെ വിട്ടില്ലേ? അലോക് വർമ്മയുടെ ഓഫീസ് അതെല്ലാം തന്നെ ഇങ്ങനെ ഈ കടന്നു കയറി ആക്രമിച്ച് ഇതെല്ലാം എന്ന് പറഞ്ഞാല് ഇത് വളരെ മർക്കിയായി വളരെ ഡേർട്ടിയായി ഇത്തരത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിനെ മാറ്റി എന്നുള്ളതിൽ അതിൽ ശ്രീ മോദി അമിത്ഷായും ഭായ് ആ കൂട്ടുകെട്ട് അത് എന്തും ചെയ്യുക എന്നുള്ളതാണ്. ഈ ചർച്ച സാറിനോട് സംശയമുണ്ട്. സുപ്രീം കോടതി ഈ അലോക് വർമ്മയെ തിരിച്ചെടുക്കാനായിട്ട് ഉത്തരവിട്ടപ്പോൾ, അതായത് പ്രധാനമന്ത്രിയുടെ ഒരു ഏകാധിപത്യത്തിലൂടെ പാതിരാത്രിക്ക് ചവിട്ടി പുറത്താക്കിയ ഈ ഉദ്യോഗസ്ഥനെ
തിരിച്ചെടുക്കാൻ സുപ്രീം കോടതിയിൽ വിധി വന്നപ്പോൾ ധാർമ്മികപരമായിട്ട് പ്രധാനമന്ത്രിക്ക് ഈ സ്ഥാനത്ത് തുടരാനുള്ള അവകാശമുണ്ടോ? ധാർമ്മികതയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല റജി. കാരണം അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. ആ ചോദ്യം അവിടെ ഉദിക്കാത്തടത്തോളം കാലം ധാർമ്മികത എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായ നിമിഷമായതുകൊണ്ട് ഇടവേള. ശ്രീ പി രാമഭദ്രൻ, അതായത് ഒരു പക്ഷേ എല്ലാ അർത്ഥത്തിലും ഈ ഡാറ്റാസ് മോഷ്ടിക്കുക എന്നതാണ് വലിയൊരു കോർപ്പറേറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഡാറ്റകൾ, വിവരങ്ങൾ, ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ. അത് അതെ അതെ അങ്ങനെ ഡാറ്റകൾ മോഷ്ടിക്കാൻ കായികമായി പോലും നേരിടുന്നു. സമ്പത്ത് എംപി, ശശി തരൂർ അവരുടെ വിവരങ്ങൾ പറയുന്നു. ഇങ്ങനെ നിരവധി ഈ എല്ലാ അർത്ഥത്തിലും കായികമായും ആശയപരമായും ദാർശനികമായും ഏതർത്ഥത്തിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. ഇവിടെ വലിയൊരു രാഷ്ട്രീയ പ്രതിരോധം അനിവാര്യമായുണ്ട്. അതിൻ്റെ ശേഷിക്കുറവ് കോൺഗ്രസിൽ നിന്നാണ് ആദ്യമുണ്ടായത്. അതാണ് ഒരുപക്ഷെ ഈ ജനാധിപത്യ ധ്വംസനങ്ങൾക്ക് ഏറ്റവും വലിയ വഴി തെളിക്കുന്നത്. ശ്രീ പി രാമഭദ്രൻ. അല്ല, അത് ഞാൻ ആ അഭിപ്രായം തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ BJP വിരുദ്ധരായ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റൂ. ഇപ്പൊ UP തന്നെ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടാണ് നാളെ പുതിയ കുറുമുന്നണികൾ ദേശീയ അടിസ്ഥാനത്തിൽ വരികയാണ്. ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ നോക്കിയാൽ 4 MP-മാരുള്ളവർ വരെ പ്രധാനമന്ത്രി കുപ്പായം അണിഞ്ഞ് നടക്കുക. അതെ, ദേവോടെ എത്തിക്കഴിഞ്ഞ എല്ലാവരും പ്രധാനമന്ത്രി. പണ്ട് കുറെ ലോറിയും കാറും കുറെ ചട്ടുകവും തൂമ്പായും മമ്മട്ടിയൊക്കെ ആയിട്ട് ആ ജയലളിത പ്രധാനമന്ത്രിയാകാൻ പോയത്. അതുപോലെ സർവ്വ ആളുകളും പ്രധാനമന്ത്രി കുപ്പായം അണിഞ്ഞിരിക്കുക. CPM-ഉം CPI ഒഴിച്ച് മിക്കവാറും ഇടതുപക്ഷ പാർട്ടികൾ ഒഴിച്ച് എല്ലാവരും പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ 1,900 പ്രധാനമന്ത്രിമാരുള്ളത് ഈ എന്തെല്ലാം ദോഷം പറഞ്ഞാലും ഞാൻ ഒരുപക്ഷെ കേരളത്തിൽ എൻ്റെ അത്രയും സംഘപരിവാറിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകത്തില്ലെന്ന് എൻ്റെ വിശ്വാസം. പക്ഷെ അവർക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. ഇവിടെ ഈ പ്രതിപക്ഷത്തിനൊരു പ്രധാനമന്ത്രിയുണ്ട്, ഒരു നേതാവുണ്ട്. യോജിച്ച് നിന്ന് എതിർക്കാൻ പോലുമുള്ള ആർജവുമില്ല അവർക്ക്. ഇങ്ങനെ രാഷ്ട്രീയ ശിഖണ്ഡികളായി ഓരോ ദിവസവും ചിഹ്ന ഭിന്നമായി ഇങ്ങനെ നിന്നാലേ എന്ത് എതിർപ്പാ? ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ മോദിയെ ഇറക്കാനായിട്ടിരിക്കുക, BJP-യുടെ ഭരണം തീർക്കാനായിട്ടിരിക്കുക. പക്ഷേ അതിനിവിടുത്തെ നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല. സർവ്വ ആളുകളും പ്രധാനമന്ത്രി കുപ്പായം ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഒഴിച്ചു വെച്ച് എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ. ശ്രീ റജി ലൂക്കോസ്, അദ്ദേഹത്തിന്റെ അമ്പ് മുഴുവൻ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയായ കോൺഗ്രസിനെതിരെയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ഇവിടെ പ്രധാനമായ ഒരു കാര്യം എന്നത് ഇനിയുള്ളത് രാഷ്ട്രീയ പ്രതിരോധം അനിവാര്യമാക്കുകയാണ്. അതിൻ്റെ സൂചനകൾ ശ്രീ സമ്പത്ത് എംപിയും നൽകി. എല്ലാ അർത്ഥത്തിലും ജനാധിപത്യത്തെ കൊല്ലുന്നു. അതിൽ കേവലമായ ഒന്ന് മാത്രമാണ് അലോക് വർമ്മയുടെ വിഷയവും അലോക് വർമ്മയുടെ രാജിയിലേക്ക് എത്തിയത്. RBI നശിച്ചു, CBI നശിച്ചു, വിവരാവകാശ കമ്മീഷൻ, ജുഡീഷ്യറി അടക്കമുള്ളവയിലേക്കെല്ലാം കടന്നുകയറ്റം സാധ്യമാക്കാനായി മോദി പോകുന്നു. ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പോലും അത് തുടരുന്ന ഒരു ഘട്ടം. രാഷ്ട്രീയ പ്രതിരോധം മാത്രമാണ് അതിന് അനിവാര്യമായ ഒന്ന്. അല്ല, തീർച്ചയായിട്ടും അതിന്റെ ചരിത്രം ഇന്ത്യയിലുണ്ട്. ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ സാറ് പറഞ്ഞതിന്റെ അഭികാരം ഞാനും ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിനെ ഉന്നമിച്ചെങ്കിലും അദ്ദേഹത്തിന് കുറച്ചുകൂടെ പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് പോയാൽ ഇന്ത്യൻ ജനാധിപത്യത്തിനെ അങ്ങനെയൊന്നും അവമാനിക്കാനോ നശിപ്പിക്കാനോ ഒരു മോദി തെളിയിച്ചാലും സാധിക്കത്തില്ല. കാരണം നമ്മളത് തെളിയിച്ചു എടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പ്രമാദമായ അവർ വലിയ തിളങ്ങി നിന്ന കാലത്ത്, അന്ന് സോഷ്യൽ മീഡിയയോ അങ്ങനെയുള്ള മൊബൈൽ ഫോണും ഇല്ലാത്ത കാലത്ത് പോലും, TV പോലെ കാലത്ത് പോലും ഈ രാജ്യത്തെ ജനങ്ങൾ അതെല്ലാം തിരിച്ചു നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇവരുടെ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് കോമഡി ആയിട്ട് എടുക്കേണ്ട 8 വർഷത്തേക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ കാലാവധി നീട്ടണമെന്ന് MP എന്നുള്ള നിലയ്ക്ക് സമ്പത്ത് സാറിന്റെ അടുത്ത് പോലുള്ള MP-മാർക്ക് ലെറ്റർ കൊടുത്തെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അണിയറിൽ എന്തൊക്കെ അട്ടിമറികൾക്കുള്ള പ്ലാനുകൾ നടത്തുന്നുണ്ട്. അത് വോട്ടിംഗ് യന്ത്രമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതിയെ കീഴടങ്ങുന്ന ആളല്ല. അതാണ് ശ്രീ ദീപക് പ്രകാശ്, അതായത് ശ്രീ സമ്പത്ത് എംപി മുമ്പോട്ട് വെച്ചത് വളരെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്നത് ഈ ഇലക്ഷനൊക്കെ ഏകീകരിപ്പിക്കുക, അങ്ങനെ ഓരോരോ പ്ലാനും പദ്ധതിയുമായിട്ട് വന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ 8 വർഷമാക്കുക എന്ന പ്ലാനും പദ്ധതിയുമായിട്ടാണ് എത്തുന്നത്. അത് ഒരു MP തന്നെ അതേ സംബന്ധിച്ച് പറയുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നിഗൂഢമായ ഒരു സാഹചര്യം. നമുക്ക് ഈ അലോക് വർമ്മയിലേക്ക് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഈ ചർച്ചയെ വൈൻഡപ്പ് ചെയ്യാം. അതായത് ഈ അലോക് വർമ്മ വിഷയം ഈ രാജിയിലേക്ക് എത്തിയ ഘട്ടത്തിൽ നിയമപരമായി എന്തൊക്കെ സാധുതകളാണ് ഇനി ഇതിനകത്ത് ബാക്കിയുള്ളത്? ഉണ്ടോ? ഈ കേസിൽ
അലോക് വർമ്മ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ സൂപ്പറിനേഷൻ കഴിഞ്ഞ ആളാണ്. എനിക്ക് ജനുവരി 31 വരെ മാത്രമേ കാലാവധിയുള്ളൂ. ഇതിൽ ഗവൺമെന്റിന് പറ്റിയ ഒരു പെശക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കേവലം 20 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയം കാത്തുനിന്ന് മാന്യമായി അദ്ദേഹത്തെ റിട്ടയർ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതിന് ഒഴിവാക്കിക്കൊണ്ട് വളരെയധികം സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ആളുകൾ മുഴുവൻ സംശയത്തോടെ നോക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും മൊത്തത്തിൽ തന്നെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്, എന്തെല്ലാമോ മറച്ചു വെക്കാനുണ്ട് എന്നൊരു തോന്നൽ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ എത്തിച്ചുകൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും ലോക്കിൽ വീഴാതെ അലോക് ഉയർന്നപ്പോൾ തത്തയെ കൂട്ടിലാക്കാനുള്ള മോദിക്ക് തിരിച്ചടിയാണ്. ഇനി ജനാധിപത്യ ഇന്ത്യയും അതിനുള്ള തിരിച്ചടി കരുതി വച്ചിരിക്കുക തന്നെയാണ്. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.